നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപൂർ. എൻ്റെ ജപ്പാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 4ാമത്തെ എപ്പിസോഡ് ആണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ വീഡിയോയുടെ വോയിസ് റെക്കോർഡിംഗ് ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിരുന്നു. അതുപോലെ ഈ വീഡിയോയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഇന്ന് ഉച്ചവരെ ഇതേ കാലാവസ്ഥ തുടരുമെന്നും അറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര മാറ്റിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നു ഞങ്ങൾക്ക് 3 സ്ഥലങ്ങൾ ആണ് പ്രധാനമായും സന്ദർശിക്കേണ്ടുന്നത്. ഒന്ന് പ്രസിദ്ധമായ ആക്വ സിറ്റി, മറ്റൊന്ന് ചെറി ബ്ലോസോം സീസൺ തുടങ്ങിയ സ്പോട്ട്, അവസാനമായി ടോക്കിയോ ഡോവേർ. ഏതായാലും മഴയെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്ന് ആക്വ സിറ്റിയിലേക്ക്. മഴയില്ലായിരുന്നു എങ്കിൽ അതിമനോഹരമായ ഒരു ഫോട്ടോ സ്പോട്ട് ആയിരുന്നു അവിടെ. ആ സ്പോട്ടിൽ എത്തിച്ചേരാൻ ഇനിയും 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. മഴയ്ക്ക് ഒരു കുറവും ഇല്ല. ഞങ്ങളിൽ ആരും തന്നെ നിരാശപ്പെടാതെ എല്ലാവരും ഒരു സ്പോർട്ട് സ്പിരിറ്റോടെ ആണ് യാത്ര ചെയ്യുന്നത്. വരുന്നത് പോലെ സാഹചര്യം അനുസരിച്ച് കൈകാര്യം ചെയ്യാം എന്ന അഭിപ്രായം തന്നെ എല്ലാവർക്കും. ചിലരൊക്കെ കുട കരുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈവശം കുടയും ഇല്ല. ഏതു സാഹചര്യവും നേരിടാൻ ഞാനും തയ്യാർ. ഞങ്ങളുടെ ഗൈഡിൻ്റെ വിവരണം അനുസരിച്ച് മഴയില്ലെങ്കിൽ അതിമനോഹരമായ ഒരു ഫോട്ടോ വീഡിയോ സ്പോട്ട് ആണ് അവിടം. ആ മനോഹര കാഴ്ചകൾ വീഡിയോയിൽ ചിത്രീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയിൽ ആണ് ഞാൻ. ഉച്ചകഴിഞ്ഞാൽ മഴ കാണുകയില്ല എന്ന അറിയിപ്പ് കിട്ടിയിട്ടുള്ളതിനാൽ അല്പം ആശ്വാസം. ഇനിയും നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ആ ആക്വ സിറ്റിയെക്കുറിച്ച് വിവരണം തരാം. അക്വാ സിറ്റി ഉഡൈബ് മറൈൻ പാർക്കിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സങ്കീർണമായ ഷോപ്പിംഗ് സെന്ററാണ്. ഇത് ടോക്കിയോ മെട്രോപോളിസിന്റെ മധ്യഭാഗം സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കും റെയിൻബോ ബ്രിഡ്ജിനും മുകളിൽ കാണാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥലമാണ്. കാഷ്വൽ ഫാഷനുമായി ബന്ധപ്പെട്ട കടകൾ ഉൾപ്പെടെ 60ഓളം സ്റ്റോറുകൾ ഒത്തുകൂടിയ ഒരു ഷോപ്പിംഗ് സോണാണിത്. നമ്മൾ ആ സ്പോട്ടിൽ എത്തിച്ചിരുന്നു. നല്ല മഴയുണ്ട്. ചിലരൊക്കെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തന്നെ തയ്യാറായിരുന്നില്ല. കുടയില്ലതിരുന്നിട്ടും പക്ഷേ ഞാനും എൻ്റെ ക്യാമറയും മഴയിൽ നനഞ്ഞുകൊണ്ട് തന്നെ കുറച്ചു വീഡിയോകൾ എടുത്തു, ഒരു സംതൃപ്തിക്കു വേണ്ടി. ജാപ്പനീസ്, വെസ്റ്റേൺ, ചൈനീസ്, ഇറ്റാലിയൻ വിഭവങ്ങൾ ഉൾപ്പെടെ വിവിധ റെസ്റ്റോറൻറ്റുകൾ നിരത്തിയിരിക്കുന്ന തീരപ്രദേശത്തെ ഏറ്റവും വലിയ ഗവർമെന്റ് സോൺ ഇവിടെയുണ്ട്. കൂടാതെ മുകളിലത്തെ നിലകളിൽ ഒരു റാമെൻ ഷോപ്പ്, ഫുഡ് കോർട്ട്, ടോക്കിയോ റാമെൻ കോകുഗിഗൻ നിങ്ങളുടെ 7 ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന അക്വാ സിറ്റി ഉഡൈബ് ദേവാലയം എന്നിവയുമുണ്ട്. അതിനാൽ ദേശീയത, ലിംഗഭേദം, പ്രായം എന്നിവ പരിഗണിക്കാതെ നിങ്ങൾക്ക് ദിവസം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സുഖപ്രദമായ മേഖലയാണിത്. അതിനുശേഷം ഞങ്ങൾ പോയത് ജപ്പാനിൽ ചെറി ബ്ലോസത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഒരു സ്ട്രീറ്റിലേക്ക് ആയിരുന്നു. ചെറി പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും വളരെ ആവേശഭരിതരായി. ജപ്പാനിലെ ചെറി പൂക്കാലം എല്ലാ വർഷവും വസന്തകാലത്ത് സംഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ കാണാനുള്ള സമയം ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമാണെങ്കിലും മിക്ക ചെറി ബ്ലോസം ഉത്സവങ്ങളും മാർച്ച് അവസാനത്തോടെ ആരംഭിക്കുകയും മെയ് മാസം വരെ നീണ്ടുനിൽക്കുകയും ചെയ്യും. ഇതിനെ പരാമർശിച്ച് ഒരു പ്രദേശവാസി തന്റെ ആവേശം പ്രകടിപ്പിച്ചു. ചെറി പൂക്കൾ വളരെ പ്രതീകാത്മകമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം സന്തോഷകരവും മനോഹരവുമാക്കുന്നു. വരാനിരിക്കുന്ന വർഷത്തിൽ ഞാൻ ഒരു നല്ല തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സെൻട്രൽ ടോക്കിയോയിലെ കിടങ്ങിനോട് ചേർന്നുള്ള ചിഡോറിഗഫുച്ചി പാർക്ക് അദ്ദേഹം വർഷം തോറും സന്ദർശിക്കുകയും പാരമ്പര്യത്തോടുള്ള അഭിനന്ദനത്തിന്റെ വികാരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ആകർഷിക്കുന്ന പൂർണ്ണമായി വിരിഞ്ഞ ചെറി പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു ടോക്കിയോ. ഈ ചടുലമായ പ്രദർശനം ആസ്വദിക്കാൻ ആളുകൾ നഗരത്തിലെ പ്രധാന ചെറി ബ്ലോസം കാണാനുള്ള സ്ഥലങ്ങളിലേക്ക് ഒഴുകുന്നു. ഈ വർഷം തണുത്ത താപനില കാരണം വൈകി. ജാപ്പനീസ് ഭാഷയിൽ സക്കുര എന്നറിയപ്പെടുന്ന പിങ്ക്, വെള്ളപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഇരുണ്ട ശാഖകൾ ഇംപീരിയൽ പാലസിന്റെ കിടങ്ങിൽ സൗമ്യമായി മൂടുന്നു. ഫോട്ടോകൾ എടുക്കാനോ മനോഹരമായ അന്തരീക്ഷത്തിൽ മുഴുകാനോ ആകാംക്ഷയുള്ള ജനക്കൂടിടുന്നു. ജാപ്പനീസ് കാലാവസ്ഥാ ഏജൻസി ജേമെ പറയുന്നതനുസരിച്ച് ജപ്പാനിലെ പ്രശസ്തമായ സോമിയോഷിനോ ചെറി മരങ്ങൾ അടുത്തിടെ പൂത്തുലഞ്ഞു. ഇത് നഗരത്തിന്റെ സാധാരണ ശരാശരിയെ അപേക്ഷിച്ച് 4 ദിവസത്തെ കാലതാമസത്തെ സൂചിപ്പിക്കുന്നു. ഈ വർഷത്തെ കാലതാമസത്തിന് കാരണമായത് തണുത്ത കാലാവസ്ഥയാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തുടർച്ചയായ ആഘാതങ്ങളെക്കുറിച്ച് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഭാവിയിൽ നേരത്തെയുള്ള ചെറി പൂക്കൾ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കും. പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട അതിർത്തി നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞിട്ടും ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരം അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഒരു അന്താരാഷ്ട്ര ജനക്കൂട്ടവും വ്യാഴാഴ്ച പ്രകൃതി ദൃശ്യങ്ങളെ അഭിനന്ദിച്ചു.
ന്യൂയോർക്കിൽ നിന്നുള്ള 35 വയസ്സുള്ള ഒരു വിനോദസഞ്ചാരി ചെറി പൂക്കൾക്ക് ചുറ്റും തന്റെ യാത്ര ആസൂത്രണം ചെയ്തു. കാഴ്ചയിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. അതിനെ അദ്ഭുതം എന്നും വളരെ മാന്ത്രികം. 10 കുറയ്ക്കുക 14 ദിവസമാണ് സകുറ പൂച്ചെടികളുടെ സാധാരണ ആയുസ്. സ്പീഷീസുകളെ ആശ്രയിച്ച് അവ കൂടുതൽ കാലം നിലനിൽക്കും. എന്നാൽ യോഷിനോ ചെറികൾ ഈ ചെറിയ കാലയളവിൽ പൂക്കുകയും വാടുകയും ചെയ്യും. 2008 ഓഗസ്റ്റ് 5-നാണ് ജപ്പാനിൽ സേവനം ആരംഭിച്ചത്. ജപ്പാന്റെ കവറേജ് തുടക്കത്തിൽ ആകെ 10 ക്യാമറ ആക്കണുകളുള്ള 5 മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. ജപ്പാനിലെ ബ്ലോഗർമാരുടെ സാംസ്കാരിക സംവേദനക്ഷമതയുടെ വിമർശനം ഈ സേവനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അസകുസ സ്റ്റേഷനിൽ നിന്ന് ഒരു ചെറിയ നടത്തം. നഗാമിസ് ടോക്കിയോയിലെ ഏറ്റവും പ്രശസ്തമായ അവന്യൂവാണ്. 250 മീറ്റർ നീളമുള്ള ഈ തെരുവ് പ്രസിദ്ധമായ തണ്ടർ ഗേറ്റ് മുതൽ സെൻസോജി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം വരെ എത്തുന്നു. കൂടാതെ ലഘുഭക്ഷണങ്ങളോ സുവനീറുകളോ പോസ്റ്റ് കാർഡുകളോ കിമോണുകളോ എടുക്കുന്ന വിനോദസഞ്ചാരികളാൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. ടോക്കിയോയിലെ ഷിബുയ ക്രോസിംഗ്. ലോകത്തിലെ ഏറ്റവും വന്യമായ കവലയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ക്രോസ് വാക്ക് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് കാൽനടയാത്രക്കാർ ദിവസവും ടോക്കിയോയിലെ ഷിബുയ ക്രോസിംഗിൽ പരക്കം പായുന്നു. ഷിബുയ ക്രോസിംഗ് ടോക്കിയോയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഷിബുയ സ്റ്റേഷന്റെ ഹച്ചിക്കോ എക്സിറ്റിന് മുന്നിലൂടെ കടന്നുപോകുന്ന തെരുവായ ജിങ്കുഡോറിയാണ് ലോകപ്രശസ്തമായ ഷിബുയ ക്രോസിംഗ് നിങ്ങൾ കണ്ടെത്തുന്നത്. എന്റെ വരും എപ്പിസോഡുകളിൽ ഞാൻ ആ ക്രോസിംഗിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യാം. ഇനിയും ഏകദേശം 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മളുടെ അടുത്ത സന്ദർശന ലക്ഷ്യമായ ടോക്കിയോ ടവറിൽ എത്തിച്ചേരും. ആ ടവർ സന്ദർശനത്തിന് ശേഷം ആയിരിക്കും ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അതിനുശേഷം ഞങ്ങൾക്ക് മറ്റ് 2 സ്പോട്ട് കൂടി ഇന്ന് തന്നെ കാണാനുണ്ട്. ഈ എപ്പിസോഡിൽ അതുകൂടി ചേർക്കുകയില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓരോ എപ്പിസോഡും തീർക്കാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് ജപ്പാനിലെ പ്രശസ്തമായ മറ്റൊരു നിർമ്മിതി കാണാനായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിലെ 3ാമത്തെ ആറ്റം ആയ ടോക്കിയോ ടവർ. അവിടെ നമ്മൾ എത്തിച്ചേരുന്നതിന് മുൻപായി ആ ടവറിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം കൂടി തരാം. ജപ്പാൻ റേഡിയോ ടവർ 1958-ൽ നിർമ്മിച്ച ജപ്പാനിലെ ടോക്കിയോയിലെ മിനാറ്റോയിലെ ഷിബാഗോൻ ജില്ലയിലുള്ള ഒരു ആശയവിനിമയ നിരീക്ഷണ ഗോപുരമാണ്. 332.9 മീറ്റർ 1092 അടി. ടോക്കിയോയ്ക്ക് ശേഷം ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ടവറാണിത്. നിലവിൽ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ടവറാണ് സ്കൈട്രീ നിർമ്മിച്ചത്. 2012-ൽ നിർമ്മിച്ചത്. ഈഫൽ ടവറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ലാറ്റിസ് ടവറാണ് ഈ ഘടന. വായുസുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നതിനായി വെള്ളയും അന്തർദേശീയ ഓറഞ്ചും പെയിന്റ് ചെയ്തിട്ടുണ്ട്. ടൂറിസവും ആന്റിന ലീസിംഗുമാണ് ടവറിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. 150 ദശലക്ഷത്തിലധികം ആളുകൾ ടവർ സന്ദർശിച്ചു. ടവറിന് താഴെയുള്ള 4 നിലകളുള്ള ഫുഡ് ടൗൺ മ്യൂസിയങ്ങൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അതിഥികൾക്ക് 2 നിരീക്ഷണ ഡെക്കുകൾ സന്ദർശിക്കാം. 2 നിലകളുള്ള മെയിൻ ഡെക്ക് മുമ്പ് മെയിൻ ഒബ്സർവേറ്ററി എന്നറിയപ്പെട്ടിരുന്നു. 150 മീറ്ററാണ്, 490 അടി. ചെറിയ ടോപ്പ് ഡെക്ക് മുമ്പ് സ്പെഷ്യൽ ഒബ്സർവേറ്ററി എന്നറിയപ്പെട്ടിരുന്നു. 249.6 മീറ്റർ 819 അടി ഉയരത്തിൽ എത്തുന്നു. 2018-ൽ ടോപ്പ് ഡെക്കിന്റെ നവീകരണത്തെ തുടർന്നാണ് പേരുകൾ മാറ്റിയത്. ഓരോ 5 വർഷത്തിലും ടവർ വീണ്ടും പെയിന്റ് ചെയ്യുന്നു. പ്രക്രിയ പൂർത്തിയാക്കാൻ 1 വർഷമെടുക്കും. 1961-ൽ ട്രാൻസ്മിഷൻ ആന്റിനകൾ ടവറിൽ ചേർത്തു. അവ റേഡിയോ, ടെലിവിഷൻ പ്രക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഷെയ്ഡ്, റേത് ടെലിവിഷൻ, ഫുജി ടെലിവിഷൻ തുടങ്ങിയ ജാപ്പനീസ് മാധ്യമങ്ങൾക്കായി സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുന്നു. ടോക്കിയോ ഏരിയയിൽ 2011 ജൂലൈയിൽ ആസൂത്രണം ചെയ്ത ജപ്പാന്റെ ടെറസ്ട്രിയൽ ഡിജിറ്റൽ പ്രക്ഷേപണത്തിന് ടവറിന്റെ ഉയരം അനുയോജ്യമല്ല. ടോക്കിയോ സ്കൈട്രീ എന്നറിയപ്പെടുന്ന ഒരു ഉയർന്ന ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ടവർ 2012 ഫെബ്രുവരി 29-ന് പൂർത്തിയായി. ടോക്കിയോ ടവറിന്റെ 2 പ്രധാന വരുമാന സ്രോതസ്സുകൾ ആന്റിന ലീസിംഗും ടൂറിസവുമാണ്. റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആന്റിന പിന്തുണാ ഘടനയായി ഇത് പ്രവർത്തിക്കുന്നു. കൂടാതെ നിരവധി വ്യത്യസ്ത ആകർഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. 1958 അവസാനത്തോടെ ടവർ തുറന്നതു മുതൽ 150 ദശലക്ഷത്തിലധികം ആളുകൾ ഈ ടവർ സന്ദർശിച്ചിട്ടുണ്ട്. 2000-ൽ അത് 2.3 ദശലക്ഷമായി കുറയുന്നതുവരെ ടവർ ഹാജർനില ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരുന്നു. 18 അതിനുശേഷം
ഹാജർ നില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെയായി ഇത് പ്രതിവർഷം ഏകദേശം 3 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു. 7 ടവറിലെത്തുമ്പോൾ വിനോദസഞ്ചാരികൾ ആദ്യം സന്ദർശിക്കുന്നത് ടവറിന് താഴെ സ്ഥിതി ചെയ്യുന്ന 4 നിലകളുള്ള ഫുട്ടൗൺ ആണ്. അവിടെ സന്ദർശകർക്ക് ഭക്ഷണം കഴിക്കാനും ഷോപ്പ് ചെയ്യാനും നിരവധി മ്യൂസിയങ്ങളും ഗാലറികളും സന്ദർശിക്കാനും കഴിയും. ഫുട്ടൗണിന്റെ 1-ാം നിലയിൽ നിന്ന് പുറപ്പെടുന്ന എലിവേറ്ററുകൾ 2 നിലകളുള്ള പ്രധാന നിരീക്ഷണ കേന്ദ്രമായ 2 നിരീക്ഷണ ഡെക്കുകളിൽ ആദ്യത്തേതിൽ എത്താൻ ഉപയോഗിക്കാം. 19 മറ്റൊരു ടിക്കറ്റിന്റെ വിലയ്ക്ക് സന്ദർശകർക്ക് മെയിൻ ഒബ്സർവേറ്ററിയുടെ 2-ാം നിലയിൽ നിന്ന് മറ്റൊരു സെറ്റ് എലിവേറ്ററുകളിൽ കയറി അവസാന നിരീക്ഷണ ഡെക്കിലെത്താം. സ്പെഷ്യൽ ഒബ്സർവേറ്ററി വേൾഡ് ഫെഡറേഷൻ ഓഫ് ഗ്രേറ്റ് ഡവേഴ്സിന്റെ അംഗമായ ടോക്കിയോ ടവർ. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം എന്നു കരുതുന്നു. ഈ വിവരണ ശബ്ദത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അഭിപ്രായങ്ങൾ കമന്റ്സുകളിലൂടെ അറിയിക്കുക. ജപ്പാനിൽ ഞങ്ങൾ കണ്ട രസകരവും അദ്ഭുതങ്ങൾ നിറഞ്ഞതുമായ കാഴ്ചകളും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മകൾ വരട്ടെ.